ബംഗ്ലാദേശിലെ അവസ്ഥ വല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. അതായത് ഒരു വലിയ കലാപം, അതിർത്തികളൊക്കെ കടന്നു വന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഇന്ത്യ കൃത്യമായി പാകിസ്ഥാന് നമ്മൾ എങ്ങനെയാണോ മറുപടി നൽകിയത് അതുപോലെ ബംഗ്ലാദേശ് കൂടുതൽ കളിച്ചാൽ ബംഗ്ലാദേശിനും കൃത്യമായി മറുപടി കൊടുക്കും. അതിലൊരു സംശയം വേണ്ട. എന്തായിരിക്കും ഇനി ഇന്ത്യ എടുക്കാൻ പോകുന്ന നിലപാട്, പ്രത്യേകിച്ച് അവിടെ ഹിന്ദു വംശഹത്യയൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ? അവിടെ ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. നിരീക്ഷിച്ചുകൊണ്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശ് അതിർത്തി അല്ലെങ്കിൽ അതിർത്തി കടന്ന് വരുന്നതിന് സാധ്യതയുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രക്ഷോഭകാരികൾ അതിർത്തിയിലേക്ക് വലിയ ടാങ്കറുകളിലും അല്ലെങ്കിൽ വലിയ ട്രെയിലറുകളിലും ഒക്കെ ആയുധങ്ങളുമായിട്ടൊക്കെ ചീറിയെടുക്കുന്ന ഫോട്ടോസും അല്ലെങ്കിൽ അത്തരത്തിൽ വിഷ്വൽസും ഒക്കെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പം ചീറി അടുത്ത് ഇങ്ങോട്ട് വന്നാലേ അതിൻ്റെ ഗുണം അറിയത്തുള്ളൂ. എന്തായാലും അതിർത്തി അപ്പം നമ്മൾ സജ്ജമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ത്രിപുര മേഖലയാണ് ബംഗ്ലാദേശിന് ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത്. ഏതാണ്ട് 800 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ത്രിപുരയിൽ നിന്ന് അവന് കറണ്ട് വരെ കൊടുക്കുന്നത് അത്രേ ഉള്ളൂ ബംഗ്ലാദേശ്. മനസ്സിലായി? ത്രിപുര കറണ്ട് ഓഫ് ചെയ്താൽ ഓഫാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ ഓഫാകുന്ന രീതിയിലേക്കുള്ള സംവിധാനം കുറേ പ്രദേശം ഇരുട്ടിലായി പോകും. പിന്നെ അവിടെ നമ്മൾ നേരത്തെ കുമാരെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് നമ്മൾ ഡാം തുറന്ന് വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അറിയത്തില്ലേ? ബംഗ്ലാദേശിൽ അന്ന് ഈ ഹസീനെ ഊനസ് വന്ന സമയത്ത് വലിയ ഒരു കാര്യമായിരുന്നു, നമ്മൾ ആ വെള്ളം തുറന്ന് വിട്ടതെന്ന്. അപ്പം അറിയാമല്ലോ. അപ്പം അത് നമുക്ക് അത്രയും പാകിസ്ഥാനോട് ചോദിച്ചാൽ മതി. അപ്പൊ അത്രയ്ക്ക് ബോർഡറുള്ള സ്ഥലം. അപ്പൊ ഇവിടെ എന്തിനാ നമ്മുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ഉപേന്ദ്ര ത്രിവേദി അവിടെ ചെന്ന് നേരിട്ട് അതിർത്തി അല്ലെങ്കിൽ പരിശോധിച്ച് പട്ടാളക്കാരോട് കാര്യങ്ങൾ വിലയിരുത്തി. അതായത് അറിയാമല്ലോ. അപ്പോൾ ആ നേരിട്ട് ചെന്നിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതിർത്തി അത്തരത്തിൽ സംരക്ഷിക്കുന്നതിനും വേണ്ടി വന്നാൽ അതിർത്തി കടക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പട്ടാളം സജ്ജമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല ഈ ഇതിനകത്ത് വലിയൊരു ഈ സംഘർഷത്തിൻ്റെ പുറകിൽ ഈ അമേരിക്കയാണുള്ളത്, അല്ലെങ്കിൽ പാകിസ്ഥാനാണുള്ളത്, അല്ലെങ്കിൽ ചൈനയാണുള്ളത്. ഈ സംഘർഷത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പത്തിൽ അമേരിക്ക എത്രത്തോളം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അമേരിക്ക ഈ ബംഗ്ലാദേശിനെ എത്രത്തോളം അവരുടെ ഭാഗത്ത് ഇപ്പോൾ കലാപകാരികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ ISI ഒക്കെ പാകിസ്ഥാന് ബംഗ്ലാദേശിലെ അവിടെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചാണല്ലോ ഇപ്പോൾ പ്രക്ഷോഭം ഉണ്ടാക്കുന്നത്. അവൻ എത്രത്തോളം അവനെ അല്ലെങ്കിൽ അവരുടെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. പാകിസ്ഥാൻ എന്നുള്ള ഉദാഹരണം ഇന്നലെ അവർ അമേരിക്കയെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ട്വീറ്റ്. ഒരു ദിവസം ട്വീറ്റ് മരിച്ചുപോയ ഖാദി എന്ന് പറയുന്ന ഒരുത്തനാണല്ലോ, അല്ലെങ്കിൽ പ്രക്ഷോഭകാരി, ഇന്ത്യക്കെതിരെ ഏത് സമയവും വാതുറക്കുന്നവൻ, ഹസീനെ അവിടെ നിന്ന് താഴെ ഇറക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്താൽ, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം, അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ വികസനം പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് കടലിൽ പൂർണ്ണമായിട്ട് അവർക്ക് നിയന്ത്രണം ഏർപ്പെടണമെങ്കിൽ നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ബീഹാർ ഉൾപ്പെടെയുള്ള ആസാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവരുടെ കൈക്കലാക്കണം, അതിനുവേണ്ടി തയ്യാറാകണം. അതുകൊണ്ട് മാത്രം അവിടെ വികസിക്കാത്തെന്നുള്ള രീതിയിൽ ജനത്തിനെ ഇങ്ങനെ പ്രബുദ്ധരാക്കിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ നിരന്തരം വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നവനാ അവനെ തല പൊട്ടിത്തെറിച്ച് പോയത്. അപ്പം അവന് സ്വാതന്ത്ര്യ സമര സേനാനി, യുവ നേതാവ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ സമര പോരാളി എന്നൊക്കെ പറഞ്ഞ് പ്രബുദ്ധമാക്കിക്കൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദുവിനെ വളരെ നിഷ്ഠൂരമായിട്ട് ചവിട്ടിക്കൊന്ന് തലച്ചോറ് ചവിട്ടിത്തെറിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമായിട്ടാണ് ചെയ്തത്. എന്നിട്ട് അവനെ റോഡിലിട്ട് കത്തിച്ചു, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ആ ശവശരീരം റോഡിൽ ഹൈവേയിൽ വലിച്ചെറിഞ്ഞു. ഇതൊന്നും അവിടെ ചർച്ചയല്ല. ഇത് ചർച്ച ചെയ്ത മാധ്യമങ്ങൾ മൊത്തം അടച്ചുകൂട്ടി, അടിച്ചു പൊട്ടിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ സുതാര്യമായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊന്നും ലോകസമാധാനത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനും വേണ്ടി ഘോരം പറയുന്ന അമേരിക്കയ്ക്കും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഒന്നും കാര്യമല്ല. ഇവൻ ഒരു ബംഗ്ലാദേശിനെ നശിപ്പിക്കാൻ നിൽക്കുന്നവൻ, ഇന്ത്യയെ നശിപ്പിക്കാൻ നിൽക്കുന്നവൻ. അതിൻ്റെ അവൻ മരിച്ചപ്പോൾ അവനെ സ്വാതന്ത്ര്യ സമര സേനാനിയെയും അല്ലെങ്കിൽ യുവാക്കളുടെ നേതാവും അതുപോലെ പ്രബുദ്ധമായ നേതാവും എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തപ്പെടുന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശ് കത്തിക്കുന്നതിൻ്റെ പിറകിൽ ISIയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും അതിനെല്ലാ സപ്പോർട്ടും സമ്പത്തും കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് അവിടെ പിടിമുറുക്കണം, അല്ലെങ്കിൽ ചൈനയ്ക്ക് അവിടെ പിടിമുറുക്കണം. പാകിസ്ഥാൻ ഇന്ത്യ ഉപദ്രവിക്കണമെങ്കിൽ വിശാലമായി ബംഗ്ലാദേശ് കൂടി ഉണ്ടായാൽ വളരെ നന്നാവും. ഈ രീതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഇടപെടൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഇടപെടൽ, അമേരിക്കയുടെ ഇടപെടൽ, റഷ്യ ഇതിനകത്ത് കാര്യങ്ങളിലേക്ക്
ദീർഘമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരവസരത്തിലും ഇന്ത്യക്ക് ത്രട്ടാകുന്ന രീതിയിൽ ബംഗ്ലാദേശിനകത്ത് അജ്ഞാതൻ ബംഗ്ലാദേശ് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ അജ്ഞാതൻ ആരാണെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു, മനസ്സിലാവുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്ക് ഇലക്ഷൻ വരാതിരിക്കുന്നതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ബംഗ്ലാദേശ് കത്തിച്ചിങ്ങനെ നിർത്തിയിട്ട് ഒരു പട്ടാള ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് ആ പട്ടാള ഭരണത്തിലേക്ക് വന്നാൽ ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് വരത്തുള്ളൂ. പട്ടാള ഭരണം വന്നാൽ ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലേക്ക് വരും. ഹസീനയുടെ പാർട്ടിയുടെ നിരോധനം ഒരുപക്ഷെ മാറും. ഹസീന അടുത്ത പ്രാവശ്യം മത്സരിക്കും. ഹസീന വീണ്ടും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാകും. ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. ഏതായാലും ബംഗ്ലാദേശ് നമ്മൾക്കെതിരെയാണ് ബംഗ്ലാദേശിനെ നീക്കാൻ ശ്രമിക്കുന്നത്, നമ്മൾക്കെതിരെയാണ് ബംഗ്ലാദേശ് നീങ്ങുന്നത്. അതിർത്തി ഒക്കെ വളരെ സജ്ജമാക്കി ഇന്ത്യ അല്ലെങ്കിൽ സൈന്യത്തെ വിന്യസിച്ചു, അതിർത്തി വളഞ്ഞു നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇങ്ങോട്ട് വേണ്ടി വന്നാൽ കലാപകാരികളെ കയറ്റി ആ ജെൻസി ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിൻ്റെ പിറകിലുണ്ടോ എന്നുള്ള രീതിയിലേക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങളും ചലനങ്ങളുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രവുമല്ല ഇതിൻ്റെയൊക്കെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ടല്ലോ. ബംഗ്ലാദേശികൾ 2011 വരെ അല്ലെങ്കിൽ അന്നത്തെ കണക്ക് മാത്രം നോക്കുമ്പോൾ 2 കോടി വരുന്നുണ്ട്. ഇപ്പം എത്ര കോടി ഉണ്ടെന്ന് നമ്മൾക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ബംഗ്ലാദേശികൾക്ക് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് മാറ്റുന്നതിനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അനീതിയാണ്, അക്രമമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് വിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ കടന്നുകയറ്റക്കാരെ തിരിച്ചറിഞ്ഞ് ബംഗ്ലാദേശിൽ വിടുന്ന സമയത്താണ് അവിടുന്ന് ഈ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ അതിർത്തി കടക്കാൻ കോടിക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ശ്രമിക്കുകയും ഇതിൻ്റെ കൂടെ ഒരു നുഴഞ്ഞുകയറ്റവും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി തീവ്രവാദികളെ ISI ഉൾപ്പെടെ നുഴഞ്ഞു കയറ്റാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് പ്രശ്നമാകുന്ന രീതിയിൽ, ഇന്ത്യക്ക് ദോഷമാകുന്ന രീതിയിൽ വന്നാൽ ഇന്ത്യ അതിർത്തി കടന്ന് അടിക്കുന്നതിനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്.